बच्चों आदाब। हिंदुस्तान का प्यारा है, केरल सबसे न्यारा है, नदियाँ उछली सुथरी है, कैसी प्यारी प्यारी है. കേരളത്തിലുള്ള നദികൾ ഏതെല്ലാം എന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ത്യയിലെ പ്രിയപ്പെട്ട ഒരു സംസ്ഥാനമാണ്, ഇഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ്. വളരെ ക്ലീനായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ ഏറെ പ്രിയപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ നദികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത 4 വരിയിലെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നാരിയലോർ സുപാരി ഹേ, चाय काजू न्यारी है, हरी भरी हरियाली है, हर जाए खुशहाली है. नारियल और सुपारी है. നാരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നാരിയൽ എന്ന് പറഞ്ഞാൽ കൊക്കനട്ട്, തേങ്ങ. സുപ്പാരി എന്ന് പറഞ്ഞാലോ അടക്ക. ചായ അല്ലെങ്കിൽ തേയില. കാജു എന്ന് പറഞ്ഞാൽ കശുവണ്ടി. ന്യാരിഹ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. ഹരി ഭരി ഹരിയാലി ഹെ, എങ്ങും പച്ച നിറഞ്ഞു നിൽക്കുന്നു. ഹർജ ഏ ഖുഷ്ഹാലി ഹെ, എല്ലായിടത്തും. ഹർജ എല്ലായിടത്തും. ഏ ഖുഷ്ഹാലി ഹെ, ഖുഷ്ഹാലി ഹെ എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ സമൃദ്ധി നിറഞ്ഞതാണ് എന്നതാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഈ വരിൻ്റെ അർത്ഥം ക്ലിയർ ആയല്ലോ ഏകദേശമൊക്കെ അല്ലേ? നാരിയൽ, സുപ്പാരി, ചായ, കാജു, ഹരി ഭരി, ഹരിയാലി, ഖുഷ്ഹാലി കിട്ടിയല്ലോ. എല്ലാറ്റിൻ്റെ അർത്ഥം കിട്ടിയല്ലോ. ഇനി ഇതിലെ വർക്ക് എന്താ നോക്കൂ. अशार को गौर से पढ़िए, इनमें चंद पैदावारों के नाम है. इस तरह की पैदावारों की फहरिस्त तैयार कीजिए. किसी एक पैदावार पर नोट तैयार कीजिए. ഈ 4 വരി അഷാർ നല്ല ശ്രദ്ധയോടുകൂടി വായിക്കാനാണ് പറഞ്ഞത്. നമ്മൾ വായിച്ചില്ലേ? വായിച്ചു, നന്നായി മനസ്സിലായി. ഇവയിൽ ചില പൈതാവറുകളുടെ പേരുണ്ട്, ചില ഉൽപ്പന്നങ്ങളുടെ പേരുണ്ട്. പൈതാവറോം എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ എന്നാണ് അർത്ഥം. അഥവാ കേരളത്തിലുണ്ടാകുന്ന ചില വസ്തുക്കൾ എന്ന് പറയാം, ഉൽപ്പന്നങ്ങൾ. ഉൽപ്പന്നങ്ങളുടെ പേര് ഇതിൽ വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള പൈതാവറുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് ഒന്നാമത്തെ പ്രവർത്തനം. എന്നിട്ട് കിസി ഏക്ക് പൈതാവർ പർ നോട്ട് തയ്യാർ കീജിയെ, ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഫെഹരിസ്ത് തയ്യാറാക്കാം. ഞാനൊരു ഫെഹരിസ്ത് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഉൽപ്പന്നങ്ങളുടെ പേര് കൂട്ടിച്ചേർത്ത് എഴുതി നല്ല ഒരു ഫെഹരിസ്ത് തയ്യാറാക്കണം. पैदावारों के नाम: नारियल തേങ്ങ, സുപ്പാരി അടക്ക, കട്ടഹൽ ചക്ക, കാലി മിർച്ച് കുരുമുളക്, കോഫി കാപ്പി, ഇലായച്ചി ഏലം, അദ്രക്ക് ഇഞ്ചി, ഹൽദി മഞ്ഞൾ, ചായ അല്ലെങ്കിൽ തേയില, കാജു കശുവണ്ടി, ധാൻ നെല്ല്, പുണ്ടാലു കപ്പ മരച്ചീനി. ഓക്കെ. ഈ ഫെഹരിസ്ത് പോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഉൽപ്പന്നങ്ങളുടെ പേര് കൂടി, കേരളത്തിലുണ്ടാകാറുള്ള മറ്റു ഉൽപ്പന്നങ്ങളുടെ പേര് കൂടി എഴുതി മികച്ച ഒരു
ഫെഹരിസ്ത് നിങ്ങൾ തയ്യാറാക്കുക. ഇനി അതിലെ സെക്കൻഡ് പാർട്ട്, കിസി ഏക്ക് പൈദാവർ പർ നോട്ട് തയ്യാർ കീജിയെ. ഏതെങ്കിലും ഒരു പൈദാവറിനെ കുറിച്ച് എഴുതാനാണ്. ഞാനിവിടെ ഒരു പൈദാവറിനെ കുറിച്ചൊരു മോഡലിന് വേണ്ടിയിട്ട് ഒരു പൈദാവറിനെ കുറിച്ച് നോട്ട് നൽകുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന വേറെ ഏതെങ്കിലും ഒരു പൈദാവറിനെ കുറിച്ച് എഴുതാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ. നാരിയൽ എന്ന് പറഞ്ഞാൽ തേങ്ങയാണ്. യേ നാരിയൽ ഹെ, നാരിയൽ ഖാന അച്ചാ ഹെ. ഇത് നാരിയലാണ്. നാരിയൽ തിന്നാൻ നല്ലതാണ്. നാരിയൽ കാ പാനി മീഠാ ഹെ. നാരിയലിൻ്റെ വെള്ളം നല്ല മധുരമുള്ളതാണ്. നാരിയൽ സെ സാലൻ ബൻതാ ഹെ. നാരിയൽ കൊണ്ട് കറി ഉണ്ടാക്കുന്നു അല്ലേ? കറിയിൽ നാരിയലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാരിയൽ കൊണ്ട് സാലൻ ബൻതാ ഹെ, കറി ഉണ്ടാക്കുന്നു. ഉസ്കാ തേൽ സിർമേബേ ലഗാത്തേ ഹെ. അതിൻ്റെ എണ്ണ തലയിൽ തേക്കുന്നു. കേരള കി ഖൂബ്സൂരത്തി നാരിയൽ കെ ഊഞ്ചേ ഊഞ്ചേ പേടോं से है. കേരളത്തിൻ്റെ ഭംഗി നാരിയലിൻ്റെ നല്ല ഉയരമുള്ള മരങ്ങൾ കൊണ്ടാണ്. നാരിയൽ സബ്കോ പസന്ത് ഹെ. നാരിയൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ നാരിയൽ പോലെ തന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ട കേരളത്തിലെ മറ്റേതെങ്കിലും പൈദാവറിനെ കുറിച്ച് ഇതുപോലെ കുറിപ്പ് തയ്യാറാക്കാനാണ് ബി ചോദ്യം. നന്നായി എഴുതുക, നന്നായി വായിക്കുക, മനസ്സിലാക്കുക. എല്ലാവർക്കും ശുക്രിയ. ഖുദാ ഹാഫിസ്.